ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് മാസം ഓരോ ക്രിസ്ത്യാനിക്കും ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ്. മെയ് മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനും നമ്മുടെ എല്ലാം ജീവിത മാതൃകയുമായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭം കുറിക്കുന്നത്. ഒപ്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസത്തിനും നമ്മൾ ആരംഭം കുറിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വളർത്തുപിതാവും ഈശോയുടെ മാതാവും അവർ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി മുമ്പോട്ട് പോയപ്പോൾ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ഈശോയ്ക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകി വളർത്തി വലുതാക്കി ദൈവിക പദ്ധതിക്ക് ആ മകനെ വിട്ടുകൊടുക്കുവാനും ആ മാതാപിതാക്കൾക്ക് സാധിച്ചു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ, സ്നേഹത്തിൽ, പരസ്പരം പങ്കുവെച്ച് ജീവിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മെയ് മാസത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധ ദൈവമാതാവ് ഏലീശ്യ പുണ്യവതിയെ സന്ദർശിക്കുന്ന വിസിറ്റേഷൻ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഓരോ കഴിവും ആവശ്യമുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് സേവനമായി, ജീവിത മാതൃകയായി, സന്തോഷമായി നൽകണമെന്ന് ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി എന്ന് പറയുന്നുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ള ആളുകൾ കാണുമ്പോൾ ഈശോയെ അറിയുവാനായിട്ട്, ആ ഈശോയുടെ സന്തോഷം മറ്റുള്ളവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെ വഹിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കൂട്ടായ്മയിൽ, ഐക്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് സഭ വളരുന്നതും ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതും. പരസ്പരം വിഘടിച്ച് നിൽക്കാതെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സന്തോഷത്തിൽ, സമാധാനത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം വഹിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ഞായറാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ചത്തെ വായനകളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട്, അവൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം ഒരിക്കലും നമ്മളെ ഒറ്റയ്ക്കാക്കുന്നില്ല. നമുക്ക് കൂട്ടിനായിട്ട് ചില വ്യക്തികളെ തരുന്നു. ചിലപ്പോൾ ദൈവം തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികളോട് സഹകരിക്കുന്ന വ്യക്തികളായി തീരുവാനായിട്ട് ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വായനയിൽ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം അഹ്റോനെ വിളിച്ച് മോശയ്ക്ക് കൂട്ടായി പോകണമെന്ന് പറയുകയും അഹ്റോൻ ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവഹിതം നിറവേറ്റി മോശയെ ചെന്ന് കണ്ട് മോശയോട് കൂടി ഇസ്രായേൽ ജനത്തിനെ കണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ അവരെ അറിയിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ആ വിളി സ്വീകരിക്കുവാനും ദൈവിക പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമത്തെ വായന തോബീത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. തോബീത്ത് തൻ്റെ മകനെ തോബിയാസിനെ ഒരു ദൗത്യമേൽപ്പിച്ച് അയക്കുകയാണ്. ആ ദൗത്യമേറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് പോയാൽ അതെങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ, നീ കൂട്ടിനൊരാളെ കണ്ടെത്തുക, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ അവന് പ്രതിഫലം നൽകാമെന്ന് പറയുമ്പോൾ തോബിയാസ് ഒരു സഹായിയെ കണ്ടെത്തുകയാണ്. ആ സഹായി മറ്റാരുമായിരുന്നില്ല, ദൈവദൂതനായ ഗബ്രിയേലാണ്. പ്രിയപ്പെട്ടവരെ, ഈ വായനയിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് നമുക്കെപ്പോഴും സംരക്ഷണം ഒരുക്കുമെന്ന്. ദൈവിക സംരക്ഷണയിൽ വിശ്വസിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം.
നമ്മുടെ ആപത്ത് ഘട്ടങ്ങളിൽ നമ്മളെ തള്ളിക്കളയുന്നവനല്ല, നമ്മെ ചേർത്ത് നിർത്തുന്ന, നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നും സന്തോഷത്തോടെയും ആത്മധൈര്യത്തോടും കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: ദൈവമേ, അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ വഴികളിൽ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി തമ്പുരാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ലേഖനഭാഗത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നത് പൗലോസിനെയും ബർന്നബാസിനെയും ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ദൗത്യങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും ഈശോ തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. 72 പേരാകുന്ന വലിയൊരു കൂട്ടത്തെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും തനിക്ക് മുമ്പേ തൻ്റെ അംബാസഡർമാരായി 72 പേരെ അയക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും ഈശോ കൃത്യമായി കൊടുക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പറയുന്നത് വിളവധികം വേലക്കാരെ ചുരുക്കം, അതുകൊണ്ട് വിളവൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന നല്ല വ്യക്തികളെ തിരഞ്ഞെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം എത്തിക്കുവാനായിട്ട് വൈദികരെയും അൽമായരെയും സന്യസ്തരെയും ഒക്കെ പ്രത്യേകമായി ഒരുക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈശോ ശിഷ്യന്മാർക്ക് ആത്മധൈര്യം നൽകി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി അയക്കുന്നുണ്ട്. സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോകുമ്പോൾ ഒന്നിനെയും കുറിച്ച് നമ്മൾ ആകുലരാകേണ്ട കാര്യമില്ല. ആവശ്യ സമയങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം നമുക്ക് ലഭിക്കും. ചെയ്യേണ്ടത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റുവാനായിട്ട് ആത്മാർത്ഥതയോടുകൂടി ഒരുങ്ങുക, പ്രവർത്തിക്കുക, മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഈശോ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി അവരോട് പറയുന്നു: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോയി എൻ്റെ സുവിശേഷം പ്രഘോഷിച്ച് രോഗികളെ സുഖപ്പെടുത്തി അവർക്ക് പ്രത്യാശ നൽകുവനെന്ന്. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളായി ദൈവം തിരഞ്ഞെടുക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകുന്ന, ആത്മധൈര്യം നൽകുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം തൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് നമ്മളോടുകൂടെ എന്നും വസിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. അവൻ്റെ സംരക്ഷണ എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ശംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.